പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നത് ആ ആൾ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചിട്ടോ അല്ല. പരിശുദ്ധാത്മാവെന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അയാൾ ഒരു ജാതി ആരാധനയിലായിരിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന്. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, യേശുക്രിസ്തുവിനോട് ആഴമായ ഒരു സ്നേഹമുണ്ടാകുന്നു. രണ്ട്, ദൈവവചനത്തോട് നമുക്കൊരു താല്പര്യമുണ്ടാകുന്നു. മൂന്ന്, ദൈവദാസന്മാരോടും ദൈവജനത്തോടുമുള്ള നിന്നയൊക്കെ മാറി നമ്മുടെ ഉള്ളിൽ അവരോടൊരു സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരാൾ നിറഞ്ഞു. പിന്നെ അയാൾ പതിയെ ദൈവവചനം വായിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ മനസ്സ് അയാളെ ശക്തമായിട്ട് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഈ സമുദായത്തിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഈ സഭയിൽ നിന്നാൽ മതി, ഇതിനൊക്കെ ആൾക്കാരുണ്ട്, അങ്ങനെയുണ്ട്, ഇവിടെയുണ്ട്, സഹായമുണ്ട് എന്നൊക്കെ ചിന്തകൾ അയാളുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ അയാളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയാളെ ദൈവവചനത്തിലേക്ക് നയിക്കും, സഭയിലേക്ക് നയിക്കും, ആത്മീയ കൂടിയവരോടിലേക്ക് നയിക്കും. അങ്ങനെ അദ്ദേഹം സഭയിൽ ചെല്ലുന്നു, ആത്മീയ കൂട്ടായ്മകളിൽ പങ്കാളിയാകുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയും അദ്ദേഹം ചെന്ന കൂട്ടായ്മ, ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു സഭയും ആത്മീയമായിട്ട് വളരാൻ ഉള്ള ഒരു അന്തരീക്ഷവും അഭിഷേകത്തിൻ്റെ ജ്വലനത്തിന് വേണ്ടിയുള്ള ഒരു സാഹചര്യവുമുള്ള ഒരു സഭയാണെങ്കിൽ ആ ചർച്ചിൽ അദ്ദേഹം ആത്മീകമായിട്ട് ശക്തനായി മാറും, ആത്മീകമായി ബലപ്പെടും. അതിന് മറ്റ് ബൈബിളിൻ്റെ ഒരു ഭാഷയാണ് അഭിഷേകത്തിൻ്റെ ജ്വലനമുണ്ടാകും. ഈ അഭിഷേകത്തിൻ്റെ ജ്വലനം വരുമ്പോഴാണ് കൃപാവരങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ തറവായിട്ട് ഒക്കെ അയാളിൽ വെളിപ്പെടാൻ തുടങ്ങുന്നത്. ഈ ആത്മാവിൻ്റെ ഫലവും അഭിഷേകത്തിൻ്റെ ജ്വലന നിമിത്തം ഉണ്ടാകുന്ന കൃപാവരങ്ങളും നിമിത്തം ആ മനുഷ്യൻ താൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലേക്ക് പ്രവേശിക്കും. തനിക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയാത്ത ഒരാരാധന അയാളിൽ വെളിപ്പെടും. നമുക്കറിയാം, നമ്മുടെ ഈ പുറമേയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെന്ത് നടക്കുന്നു അതിൻ്റെ പ്രതിഫലനം നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടായാൽ നമ്മൾ ചെറുതായിട്ട് ചിരിക്കും, ചെറിയ ദുഃഖം ഉണ്ടായാൽ ചെറുതായിട്ട് കരയും, വലിയ സന്തോഷം ഉണ്ടായാൽ നമ്മൾ പൊട്ടിച്ചിരിക്കും, വലിയ ദുഃഖം ഉണ്ടായാൽ നമ്മൾ ആർത്ത് കരയും. അങ്ങനെ ഈ അകത്ത് എന്ത് നടക്കുന്നു അതിൻ്റെ പ്രതിഫലനം നടക്കും നമ്മുടെ ഈ പുറമേയുള്ള ശരീരം. അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാണ്. അഭിഷേകം ആരുടെയെല്ലാം മേൽ വന്നതായിട്ട് നമ്മൾ പഴയ നിയമമായാലും പുതിയ നിയമമായാലും നമ്മൾ നോക്കിയാൽ അവർക്കെല്ലാം തങ്ങളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയാത്തതുപോലെ ഒരു ആത്മശക്തിയാൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിച്ചതായിട്ട് കാണുവാൻ കഴിയും. ഇനിയും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അഭിഷേകത്തിൽ ആരാധിക്കുന്ന സഭയ്ക്ക് ജീവനുണ്ടാവും, ആ സഭയ്ക്ക് വളർച്ച